വെൽക്കം ടു സൈ ഹൈ വിത്തനത ഓപ്പർച്യൂണിറ്റി നൽകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഗുവാഹത്തി യൂണിവേഴ്സിറ്റി ആണ്. സോ ആസാമിലാണ് ഗുവാഹത്തി യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു സമ്മർ ഇൻറ്റേൺഷിപ്പ് 2025. രണ്ട് ഇൻറ്റേൺഷിപ്പാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഒന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൻ്റെയും അതുപോലെ വേറൊന്നൊരു ബയോളജിയുടെയാണ്. അതും സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഗുവാഹത്തി യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. സോ എന്തൊക്കെ ഡൊമൈൻസ് മെയിൻ ഓഫറിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗ് ഉണ്ട്, അതുപോലെ VLSI ആൻഡ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, എംബഡഡ് സിസ്റ്റം, ഇതൊക്കെയാണ് ഒരു മെയിനായിട്ട് നൽകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ രജിസ്ട്രേഷൻ ലിങ്കും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ പ്രോഗ്രാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 weeks ആയിരിക്കും. 6 ആഴ്ചത്തെ ഒരു കണ്ടിന്യൂസ് ലെക്ചർ, ലാബ് സെക്ഷൻ ആൻഡ് അസൈൻമെൻറ്റ്സ് ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. സോ കംപ്ലീറ്റഡ് സക്സസ്ഫുൾ കംപ്ലീഷൻ അവർ പറയുന്നുണ്ട്, ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും സക്സസ്ഫുൾ കംപ്ലീഷൻ ടൈമിൽ തരുന്നതായിട്ടും പറയുന്നുണ്ട്. അതുപോലെ there shall not be any provision of stipend or funding for the student unless the department make a special announcement for the same എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കറണ്ടായിട്ടൊന്നും പറയുന്നില്ല, സ്റ്റൈപ്പൻഡ് എത്രയാണോ ഫെലോഷിപ്പ് തരുന്നുണ്ടോ ഒന്നും പറയുന്നില്ല. ഡിപ്പെൻസ്, നിങ്ങൾ ഏത് ടോപ്പിക്കാണോ മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടും ഫ്യൂച്ചറിൽ അവർ ഏതൊക്കെ സ്റ്റുഡൻസിനാണോ സെലക്ട് ചെയ്തത് അതിനനുസരിച്ചിട്ടായിരിക്കും സ്റ്റൈപ്പൻറ്റും കാര്യങ്ങൾ അവർ സ്റ്റുഡൻസിനെ ഡയറക്റ്റ് മെയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഞാൻ അതിനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ബുള്ളറ്റിൻ പോയിന്റായിട്ട് അവർ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷനിൽ യൂസ് വൺ സിംഗിൾ ഇമെയിൽ ID ഓൺലി ഫോർ ഓൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. കാരണം ഇതുപോലുള്ള സ്റ്റൈപ്പൻഡ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സോ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരുന്നത് ആ ഒരു മെയിൽ ID കൂടെ ആയിരിക്കും. സോ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ആ മെയിൽ ID ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. അതുപോലെ പറയുന്നുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കിയിട്ട് ഡ്യൂറേഷൻ ടൈം ഉണ്ടല്ലോ ഇൻറ്റേൺഷിപ്പ് പീരീഡിന്, സോ അത് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫെയിലിംഗ് ടു ഡൂസ് വിൽ മേക്ക് ദ സ്റ്റുഡൻസ് ഇൻഎലിജിബിൾ ഫോർ ദ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. സോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മസ്റ്റായിട്ട് അവർ പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ പേയ്മെൻറ്റ് ബേസിസിൽ, ഷെയറിംഗ് ബേസിസിലും അതുപോലെ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് സ്റ്റേയും കാര്യങ്ങളെല്ലാം നൽകുന്നതായിരിക്കും പറയുന്നുണ്ട്. സോ അതുപോലെ അക്കോമഡേഷൻ കാര്യത്തിൻ്റെ എല്ലാവരും പറയുന്നുണ്ട്. ദെൻ ഡിസിഷൻ ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഷാൽ ബി കൺസിഡേർഡ് ഫൈനൽ എന്ന് പറയുന്നുണ്ട്. സോ ഇനി ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മെയിൽ ചെയ്തിട്ട് അറിയിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും മെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 23rd May 2025 ആണ്. ഓൾറെഡി പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 18th June 2025 ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്. സോ ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഈവൻ സ്റ്റൈപ്പൻഡിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഫോം ത്രൂ ആയിരിക്കും, നിങ്ങൾ ഫില്ല് ചെയ്ത സമയത്ത് ഗൂഗിൾ ഫോം ത്രൂ ആയിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ സെൻഡ് ചെയ്യുക. സോ ആ സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള മെയിൽ ID കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ഈ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാവർക്കും കിട്ടും. സോ അവർ പറയും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അക്കോമഡേഷൻ എല്ലാ ഡീറ്റെയിൽസും അവർ നിങ്ങളെ മെയിലിലോട്ടായിരിക്കും അയച്ചു തരിക. സോ അത് കെയർഫുൾ ആയിട്ടിരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് ആൻഡ് സമ്മർ ട്രെയിനിങ് പ്രോഗ്രാം ഓൺ അഡ്വാൻസ്ഡ് ബയോളജിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. അതും സെയിം ഓർഗനൈസ്ഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി ഗുവാഹത്തി യൂണിവേഴ്സിറ്റി തന്നെയാണ് നൽകുന്നത്. ഗുവാഹത്തിയിൽ തന്നെയാണ് ഇവരുടെ സെൻറ്റർ എന്ന് പറയുന്നതും. സോ അത് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ സുവോളജി, ബയോളജി ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിനൊക്കെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. സോ ഒരു ജൂലൈ ടൈം പീരീഡിൽ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് June 15th ആണ് ലാസ്റ്റ് ഡെഡ് ലൈൻ ടൈം എന്ന് പറയുന്നത്. സോ അപ്ലൈ ചെയ്യാനുള്ളത്. സോ അതൊരു വെയിറ്റ് ചെയ്യാതിരിക്കുക, മാക്സിമം ഏർലി തന്നെ അപ്ലൈ ചെയ്യാം. സോ ഇമ്പോർട്ടൻറ്റ് നോട്ട്സും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. സോ എന്തൊക്കെയായിരിക്കും ആ ഒരു ലബോറട്ടറീസ് ഫോർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. സോ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കോഡ് കാര്യങ്ങളെല്ലാം നോക്കുക. ഇത് രണ്ടും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള രണ്ട് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഗൂഗിൾ ഫോം ത്രൂ നിങ്ങൾ സെൻഡ് ചെയ്യേണ്ട ഒരു ഫോമാറ്റ് തന്നെയാണ്. സോ ഇവിടെ തന്നിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി, ആനിമൽ ഇക്കോളജി ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജി, സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, ഫിഷ് ബയോളജി ആൻഡ് ഫിഷറി സയൻസ്, എൻഡമോളജി, ബയോ ഇൻഫോർമാറ്റിക് ഫെസിലിറ്റീസ്, ഇതൊക്കെയാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ അവർ നൽകുന്ന ഓപ്പർച്യൂണിറ്റിയിലുള്ള ലബോറട്ടറി ഫോർ ഇൻറ്റേൺഷിപ്പ് തന്നിട്ടുള്ള ടോപ്പിക്സ് ഇതാണ്. അതുപോലെ ഇൻ ഹാൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്നത് മാക്സിമം ഇൻടേക്ക് എന്ന് പറയുന്നത്
10 ആണ്. ഓവറോൾ മന്ത് ലോങ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോഡ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അതുപോലെ ഷോർട്ട് ടേം ട്രെയിനിങ് 15 സ്റ്റുഡൻസിനെ ആയിരിക്കും ഒരു പ്രോഗ്രാമിലോട്ട് എടുക്കാം. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏതാണെന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. സോ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ BSc MSc റിസർച്ച് സ്കോളേഴ്സ് ഫാമേഴ്സ് ആൻഡ് പ്രൊഫഷണൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ആ ഇലക്ട്രോണിക്സ് അതിൻ്റെ പ്രോഗ്രാമിലുള്ള പോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇവിടെ ഒരു ഇത് കിട്ടുന്നുണ്ട്, പ്രിഫറൻസ് കിട്ടുന്നുണ്ട്. സോ മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 15th June 2025 ആണ്. കൺഫർമേഷൻ ടു ദ പാർട്ടിസിപ്പൻസ് വിൽ ബി സെൻഡ് വിയ ഇമെയിൽ ഓർ ഫോൺ ഓൺ 20th June 2025 എന്ന് പറയുന്നുണ്ട്. സോ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, 2 പ്രോഗ്രാമിൽ അവർ പറയുന്നത് മെയിൽ ഓർ ഫോൺ. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ പറയുന്നുണ്ട് മെയിൽ ID മസ്റ്റാണ്. അതുപോലെ ശ്രദ്ധിക്കുക, മെയിൽ ത്രൂ ആണ് അവർ കോൺടാക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. അത് നെക്സ്റ്റ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഷോർട്ട് ടേം കോഡ് തന്നിട്ടുണ്ട്. 2 പ്രോഗ്രാമിന് ഡിഫറെൻറ്റ് കോഡാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അക്വേറിയം ടെക്നീഷ്യൻ, ദെൻ ഓർണമെൻ്റൽ ഫിഷ് ബ്രീഡിംഗ് ടെക്നിക്, ഫിഷ് ബാക്ടീരിയ ഐസൊലേഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ, മോളിക്കുലർ പെർസ്പെക്റ്റീവ്, ഫിഷ് ഹെൽത്ത് മാനേജ്മെൻറ്റ്, ഫിഷ് ഹാച്ചറി ടെക്നോളജി, അക്വാകൾച്ചർ പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നിക്സ്, formulation and production of fish feed, identification of the fish through conventional and molecular technique, beekeeping, അതുപോലെ basics of the GIS and remote sensing, camera trapping and occupancy modeling, biology data analysis using R. അങ്ങനെ ഒരുപാട് മികച്ചൊരു നല്ലൊരു ടേം കോഴ്സസ് തന്നെയാണ്, ഷോർട്ട് ടേം കോഴ്സസ് തന്നെയാണ് ഇവർ നൽകുന്നത്. സോ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ഫോം എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതിയാവും. സോ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നോ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഴ്സ് എന്നും പറയുന്നുണ്ട്. സോ ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ തന്നെ സെൽഫായിട്ട് അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം നോക്കേണ്ടതാണ്. സോ ഇതിനൊരു ഫീ സ്ട്രക്ചർ ഉണ്ട്. ഫീ സ്ട്രക്ചർ എന്ന് നോക്കി കഴിഞ്ഞാൽ സ്റ്റുഡൻസിനുള്ളതും ഇതിന് എത്ര ഡേയ്സ് ആണോ അതിനനുസരിച്ച് ഫീ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും റിസർച്ച് സ്കോളേഴ്സ് ആണെങ്കിലും പ്രൊഫഷണൽസ് ആണെങ്കിലും ഫാമേഴ്സ് ആണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫീ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം അവർ തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോ ഇതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ ഗൂഗിൾ ഫോം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ട് ലിങ്ക് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. സോ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം അപ്ലൈ ചെയ്യുക. മെയിൽ ID കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കുക. സോ ഇതൊക്കെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇൻഫർമേഷൻസ്. ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.